ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. ഒരു 8 ഉള്ളിയും വലിയ ഉള്ളിയും ഒരു 5 തക്കാളിയും എടുത്ത് നമുക്കൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. 1 കിലോ ബീഫാണ്, അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇതെടുത്തത്. ഉള്ളിയും തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു വലുതായി കട്ട് ചെയ്ത ബീഫ് നമുക്കൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, നന്നായി വേവിച്ചെടുക്കുക. അതിനിടയിൽ ഞാനൊരു കസ്റ്റർഡ് ഉണ്ടാക്കുന്നതാണ്. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 പാക്ക് സേമിയും 1.5 ലിറ്റർ പാലും ഒന്ന് യോജിപ്പിച്ച് തിളക്കുന്ന ടൈമിന് ഞാൻ കുറച്ച് പാലിൽ ഒരു 4 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ കട്ടയാവാതെ ഒന്ന് ഇളക്കിയെടുത്ത് അതിൽ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. കട്ടയാവാതെ നമുക്ക് നന്നായി ഇളക്കിയെടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും ബാക്കി ഞാൻ പഞ്ചസാരയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് ഓഫാക്കിയിടാം. തണുക്കിട്ടത് കേട്ടോ. എന്നിട്ട് അതിലുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിടാം. അതിനിടയിൽ ഞാൻ ചിക്കൻ പൊരിക്കുന്നതാണ്. ചിക്കൻ എല്ലാ മസാലപ്പൊടികളും ചേർത്ത് ഇഞ്ചി, വെളുത്തുള്ളിയും തേരും ചെറുനാരങ്ങ നീരും എല്ലാം യോജിപ്പിച്ച് ഇന്നൊരു വേറൊരു രീതിയിലാണ്. മറ്റു ഡ്രൈ ആയി നമ്മൾ പൊരിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ്. കുറച്ച് എണ്ണയിൽ കറിവേപ്പിലയിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കുറച്ച് വേവിച്ച് കൊടുക്കാം. നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു വെറൈറ്റി എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും വരും. അപ്പോൾ വേറൊരു രീതിയിലാണ് ഇന്ന് ചിക്കൻ പൊരിച്ചിട്ടുള്ളത്. വലിയൊരു തക്കാളി ഒന്ന് ഞാൻ മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതുപോലെ സോയാ സോസ് 1 സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 സ്പൂണ് നെയ്യും വലിയൊരു ഉള്ളി 5 സ്പൂണ് നെയ്യിൽ ഞാൻ വറുത്ത് എടുക്കുന്നുണ്ട്. പൊരിച്ചെടുത്ത് മാറ്റി വെക്കുക. അതിൽ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും എടുത്ത് വറുത്ത് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ചോറിനുള്ള വെള്ളം ഞാൻ ഒരു 3 കപ്പ് വലിയ കപ്പ് അരിയാണ്, റോസ് ബ്രാൻഡിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ ഞാൻ വെള്ളം എടുത്ത് അരിയിട്ടെടുത്ത് വേവുമ്പോഴേക്ക് നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ മല്ലിയിലയും പുതിനയും കുറച്ച് സോസും അതുപോലെ തന്നെ കുറച്ച് എണ്ണയും തേടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ പൊടിച്ചെടുത്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് നമുക്ക് ഒന്ന് മറിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു ലെയർ ചോറെടുത്ത് അതിൻ്റെ പിന്നെ മസാല വെച്ച് പിന്നെ പുതിന മല്ലിച്ചപ്പ് പിന്നെ വീണ്ടും ഒരു ലെയറും കൂടി ചോറിട്ട് കൊടുക്കുക മതി. പിന്നെ മല്ലിച്ചപ്പും പുതിനയും പിന്നെ നമുക്ക് പൊരിച്ച് വെച്ചിരുന്ന ഉള്ളിയും കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ചോറ് റെഡിയായി. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ആ ഫ്രൂട്ട് സാലഡ് കസ്റ്റേർഡിൽ കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 വലിയ നേന്ത്രപ്പഴവും കുറച്ച് പച്ചമുന്തിരിയും അതുപോലെ തന്നെ ആപ്പിളും 2 ആപ്പിളും 1 അനാറും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ബദാം, അതുപോലെ അണ്ടിപ്പരിപ്പ്, അതുപോലെ ബ്ലാക്ക് മുന്തിരിയും പിന്നെ ഉണക്കമുന്തിരിയും 2ഉം കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് യോജിപ്പിച്ച് തണുപ്പിക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇടയിൽ സാലഡ് ഉണ്ടാക്കാം. സാലഡ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയിലയും പുതിനയും കക്കിരിയും ക്യാബേജ് അനാറ് എല്ലാം ചേർത്ത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, സേവ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കാൻ വേണ്ടി ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാം റെഡിയായി. നമുക്ക് ചിക്കൻ ഫ്രൈ വേറൊരു നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോ. ബിരിയാണിയും സാലഡും നമ്മൾ ഫ്രൂട്ട് സാലഡ് എന്ന് പറയാൻ പറ്റില്ല, അത് സേമിയോ എല്ലാം ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ.